ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു.ഡി.എഫിലെത്താൻ സാധ്യത തേടി ബി.ഡി.ജെ.എസ്. ബി.ജെ.പിയുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന് സൂചന. എന്നാൽ ചർച്ച നടത്തിയെന്ന വാർത്ത തുഷാർ വെള്ളാപ്പള്ളി നിഷേധിച്ചു. എൻ.ഡി.എയിൽ നിന്ന് പരിഗണന കിട്ടാത്തതിനാൽ അതൃപ്തിയുണ്ടെന്നും തുഷാർ പറഞ്ഞു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടി.പി. പ്രശാന്ത് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, ബി.ഡി.ജെ.എസിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായാണോ ഇപ്പോഴത്തെ നീക്കങ്ങളെ കാണേണ്ടത്? അതിനപ്പുറത്തേക്ക് യു.ഡി.എഫിലേക്ക് ചേക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? വിവരങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു.ഡി.എഫിലെത്താൻ സാധ്യത തേടി ബി.ഡി.ജെ.എസ്. ബി.ജെ.പിയുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയെന്നാണ് വിവരങ്ങൾ. എന്നാൽ ചർച്ച നടത്തിയെന്ന വാർത്ത തുഷാർ വെള്ളാപ്പള്ളി നിഷേധിച്ചു. എൻ.ഡി.എയിൽ നിന്ന് പരിഗണന കിട്ടാത്തതിനാൽ അതൃപ്തിയുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു. പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ബി.ഡി.ജെ.എസിന്റെ യോഗം അല്പസമയത്തിനകം കോട്ടയത്ത് ചേരും. എന്തൊക്കെ കാര്യങ്ങളാണ് തുഷാർ പറഞ്ഞത്? ഒപ്പം തന്നെ യു.ഡി.എഫിലേക്ക് ചേക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന വാർത്തകളും വരുന്നു. വിവരങ്ങൾ. ജോർജറ്റ്, ബി.ഡി.ജെ.എസിന്റെ സംസ്ഥാന സമിതി യോഗം ഇവിടെ കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. എൻ.ഡി.എ സംവിധാനം നിലവിൽ വന്നിട്ടും യാതൊരു തരത്തിലും ബി.ഡി.എസിന് അതിൽ പരിഗണന നൽകുന്നില്ല. മുന്നണി സംവിധാനത്തിന്റെ മര്യാദകളൊന്നും തന്നെ ബി.ജെ.പി പാലിക്കുന്നില്ല. ഇത്തരത്തിൽ പരാതികൾ നിൽക്കുന്നുണ്ട്. അതിർത്തിയാണ് ഓൾറെഡി അതിർത്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ ഇടമുള്ള, അതായത് കേരളത്തിൽ ഇടതുള്ള മുന്നണിയിൽ ഇടം തേടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബി.ഡി.എസ് നടത്തുന്നത്. ഇത് നൽകുന്ന സൂചന യു.ഡി.എഫ് കമ്മിറ്റിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തിപ്പെടുക ഒരു ശ്രമം. പ്രശാന്ത്, ടെലിഫോണിൽ എന്തോ സാങ്കേതിക തകരാറുണ്ട്. എൻ.ഡി.എയിൽ നിന്ന് പരിഗണന കിട്ടാത്തതിനാൽ അതൃപ്തി ഉണ്ടെന്നാണ് ബി.ഡി.ജെ.എസ് ഇപ്പോൾ എൻ.ഡി.എ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പ്രശാന്തിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കാൻ ബി.ജെ.പി പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട്. സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ സജീവ പരിഗണനയിൽ. എങ്കിലും ലക്നൌ മേയർ ദിനേശ് ശർമ്മയെ നരേന്ദ്രമോദി നിർദ്ദേശിക്കുമെന്നാണ് വിവരം. ഇതിനിടയിൽ മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരണത്തിന് ബി.ജെ.പി നീക്കം ശക്തമാക്കി. അതേസമയം മണിപ്പൂരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ചേർന്ന കോൺഗ്രസ് പാർട്ടി യോഗം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, മണിപ്പൂരിലും ഗോവയിലുമൊക്കെ ചെറുകക്ഷികളെ ഒപ്പം നിർത്താനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ലഭ്യമാവുന്ന വിവരങ്ങൾ. തീർച്ചയായും അങ്ങനെയാണ്. മണിപ്പൂരിലും ഗോവയിലും കൂടി സർക്കാർ രൂപീകരണത്തിലുള്ള എല്ലാ നീക്കങ്ങളും ബി.ജെ.പി ശക്തമാക്കി കഴിഞ്ഞു. മണിപ്പൂരിൽ നിലവിൽ ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷം, മണിപ്പൂരിലാകട്ടെ 21 സീറ്റുകളും കോൺഗ്രസിന് 28 സീറ്റുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. 31 സീറ്റുകളെങ്കിലുമാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും 4 പേരുടെ പിന്തുണ പോലും കോൺഗ്രസിന് ഇപ്പോൾ നേടിയെടുക്കാനാകാത്ത സാഹചര്യമാണ്. രണ്ട് പാർട്ടികൾ, നാഷണൽ പാർട്ടിയും അതോടൊപ്പം നിലവിലെ ഈ മണിപ്പൂർ ജനതയുടെയും മറ്റും പീപ്പിൾസ് ഫ്രണ്ട് പാർട്ടിയും, രണ്ട് കക്ഷികളും 4 സീറ്റുകൾ വീതമുള്ള രണ്ട് പാർട്ടികളാണ്. ഈ രണ്ട് പാർട്ടികളും കോൺഗ്രസിനെ എതിർക്കുന്ന സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മറ്റു സ്വതന്ത്രരുടെ കൂടി പിന്തുണ ഒപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ ബി.ജെ.പി ശക്തമാക്കിയിട്ടുണ്ട്. ഗോവയിലാകട്ടെ നിലവിലെ ഭൂരിപക്ഷം അനുസരിച്ച് 17 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്, 13 സീറ്റുകൾ ബി.ജെ.പിക്കും, 21 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. മനോഹർലാൽ പരീക്കറിന്റെ നേതൃത്വത്തിലുള്ള ചില ദൂതന്മാർ ഗോവയിലെ ഈ സ്വതന്ത്ര കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എം.ജി.പി അടക്കമുള്ള പാർട്ടികളുടെയും ഗോവൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെയും പിന്തുണ കൂടി ബി.ജെ.പിക്ക് നേടാനായാൽ സ്വാഭാവികമായും സർക്കാർ രൂപീകരണത്തിന് വഴിയൊരുങ്ങും. അങ്ങനെയെങ്കിൽ രാജ്യസഭയ്ക്ക് പുറമെ സംസ്ഥാന നിയമസഭകളുടെ കൂടി പിന്തുണ ചില ബില്ലുകൾ പാസ്സാക്കുന്നതിനും അതോടൊപ്പം രാഷ്ട്രപതി വോട്ടെടുപ്പിലും നിർണായകമാണ്. മണിപ്പൂരിലും ഗോവയിലും അധികാരം ഉറപ്പിക്കാനുള്ള എല്ലാ ചടുല നീക്കങ്ങളും ബി.ജെ.പി ശക്തമാക്കി കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് ബി.ജെ.പിയുടെ പാർലമെന്റ് ബോർഡ് യോഗം പാർട്ടി ആസ്ഥാനത്ത് നടക്കും. ഈ യോഗത്തിൽ യു.പിയുടെയും ഉത്തരാഖണ്ഡിന്റെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ നിർദ്ദേശം ബി.ജെ.പി മുന്നോട്ട് വയ്ക്കും. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ, അതോടൊപ്പം ദേശീയ ഉപാധ്യക്ഷൻ ലക്നൌ മേയറുമായ ദിനേശ് ശർമ്മ എന്നിവരുടെ പേരുകളാണ് മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഏത് ജാതിയിൽ നിന്നാകണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ഈ യോഗത്തിൽ നിർണായകമാകും. സമാജ്വാദി പാർട്ടിയുടെ പിന്നോക്ക അടിത്തറ തകർത്ത യു.പിയിൽ പിന്നോക്ക മുഖ്യമന്ത്രി വേണമെന്ന് തീരുമാനിച്ചാൽ കേശവ് പ്രസാദ് മൗര്യയ്ക്ക് നറുക്ക് വീഴും. പക്ഷേ സവർണ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ ദിനേശ് ശർമ്മയ്ക്കാകും മുൻഗണന ലഭിക്കുക. നിലവിലെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ അന്തിമ തീരുമാനമാകും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തും എന്ന കാര്യത്തിൽ നിർണായകമാവുക. നിയമസഭാ കക്ഷി യോഗം നടന്ന ശേഷമാണ് ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാവുകയെങ്കിലും കേന്ദ്ര നേതൃത്വം ഇന്ന് തന്നെ ഈ പേര്
സംസ്ഥാന പാർട്ടി നേതൃത്വത്തിന് നിർദ്ദേശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 5 മണിക്കാണ് യോഗം ആരംഭിക്കുക. ജോജി, വളരെ നന്ദി മനുശങ്കർ. ഭരണവിരുദ്ധ വികാരത്തിന്റെ ജനവിധിയാണ് 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം. വികസന മുരടിപ്പും അഴിമതിയും ഉത്തർപ്രദേശിൽ സമാജ്വാദി സഖ്യത്തിന് തിരിച്ചടിയായി. ലഹരി മാഫിയ നിയന്ത്രണത്തിലെ അകാലിദൾ സർക്കാരിനോടുള്ള അമർഷമായിരുന്നു പഞ്ചാബിലെ ജനവിധി. 15 വർഷത്തെ കോൺഗ്രസ് സർക്കാരിനോടുള്ള വിരുദ്ധ വികാരം മണിപ്പൂരിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് അവസരം നൽകി. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വിധിയെടുത്ത് ഭരണവിരുദ്ധ വികാരത്തിന്റെ നേർപകർപ്പ് കൂടിയാവുകയാണ്. 15 വർഷത്തിന് ശേഷം ഉത്തർപ്രദേശിൽ BJP അധികാരവാതിൽ തുറക്കുന്നതിന് നെടുന്തൂണായത് സമാജ്വാദി പാർട്ടിയോടുള്ള ഭരണവിരുദ്ധ വികാരം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അറവുശാലകൾ അടച്ചുപൂട്ടൽ, മുത്തലാഖ് വിഷയം എന്നിവയ്ക്കൊപ്പം 7ാം ഘട്ടത്തിൽ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയത് വികസനവും അഴിമതിയുമായിരുന്നു. വർദ്ധിച്ച ക്രിമിനൽ മേൽക്കോയ്മ, കാർഷിക മേഖലയുടെ തളർച്ച, ആവശ്യത്തിന് അധ്യാപകർ പോലുമില്ലാത്ത വിദ്യാലയങ്ങൾ എന്നിവ അഖിലേഷ് യാദവ് സർക്കാരിന് തിരിച്ചടിയായി. കാർഷിക വായ്പകൾ എഴുതിത്തള്ളും, ഭവനരഹിതർക്ക് വായ്പ, എല്ലാ വീട്ടിലും ശൗചാലയം, വൈദ്യുതി, LPG എന്നീ BJP വാഗ്ദാനങ്ങൾ അതിനാൽ തന്നെ ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ വഴിവെച്ചു. ലഹരിക്കടിമയായ സംസ്ഥാനം, ലഹരി ഉടമകളായ അധികാരികളെന്ന പ്രകാശ് സിംഗ് ബാദൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം പഞ്ചാബികളുടെ തന്നെയെന്ന് തെളിയിക്കപ്പെട്ടു. പഞ്ചാബിൽ സർവ്വമേഖലയിലും വ്യാപിച്ച അഴിമതിയും അകാലിദൾ BJP സഖ്യത്തിനെതിരെയുള്ള വിധിയെഴുത്തിന് കാരണമായി. ഉത്തരാഖണ്ഡിൽ BJPക്ക് ലഭിച്ച 54 സീറ്റുകൾ അടിക്കടിയുള്ള നേതാക്കളുടെ കൂറുമാറ്റത്തോടും ഹരീഷ് റാവത്ത് സർക്കാരിനുമെതിരെയുള്ള എതിർപ്പിന്റെ പ്രതികരണമായി. വോട്ടിംഗ് ശതമാനം നിലനിർത്താനായപ്പോഴും മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറുടെ തോൽവി ഗോവൻ വിധിയെഴുത്തിൽ BJPക്ക് തിരിച്ചടിയായി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമിന് ശേഷം മണിപ്പൂരിൽ സ്വാധീനമുറപ്പിക്കാൻ BJPക്ക് അവസരം ലഭിച്ചത് 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തോടുള്ള മണിപ്പൂർ ജനതയുടെ അമർഷമായിരുന്നു. പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ നോട്ട് പിൻവലിക്കൽ വിഷയം പ്രാദേശിക പ്രശ്നങ്ങൾക്കിടയിൽ ജനങ്ങൾ വിലക്കെടുക്കാത്തതും BJPയുടെ വിജയത്തിന് കാരണമായി. മനുശങ്കർ, ദില്ലി. 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവില്ലെന്ന് വീണ്ടും തെളിഞ്ഞു. കേന്ദ്ര ഭരണതലത്തിൽ RSS കേരളത്തിൽ അക്രമം നടത്തുകയാണെന്നും കോടിയേരി പാലക്കാട് അഭിപ്രായപ്പെട്ടു. BJP ഭരിച്ച സ്ഥലത്ത് ജനങ്ങൾ BJPക്കെതിരെ, കോൺഗ്രസ് ഭരിച്ച സ്ഥലത്ത് കോൺഗ്രസിനെതിരെ, സമാജ്വാദി പാർട്ടി ഭരിച്ച സ്ഥലത്ത് സമാജ്വാദി പാർട്ടിക്കെതിരെ, ഇങ്ങനെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണ് 5 സംസ്ഥാനങ്ങളിൽ പ്രതിഫലിച്ചതായിട്ട് കാണുന്നത്. കാരണം കോൺഗ്രസ് ഇവിടെ തകരുകയാണ്. കോൺഗ്രസ് എല്ലാ സ്ഥലത്തും തോൽക്കുന്നു. അവരുടെ ഭരണത്തിനെതിരായിട്ട് ജനവികാരം ഉയരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ടും RSSന്റെ ഗൂണ്ടായുസം ഉപയോഗിച്ചുകൊണ്ടും ഇപ്പോൾ അവർ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ A ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾക്ക് പ്രാധാന്യമേറും. UP, ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനേറ്റ തിരിച്ചടിയാണ് A ഗ്രൂപ്പിന് ശക്തി പകരുന്നത്. അതേസമയം സോണിയാഗാന്ധി തിരിച്ചെത്തിയ ശേഷമേ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കൂ. DCC പുനഃസംഘടനയ്ക്ക് ശേഷം ഹൈക്കമാൻഡിനോട് പരസ്യമായ വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും നടത്തിയത്. ഹൈക്കമാൻഡിന് താൽപ്പര്യമുണ്ടായിരുന്നിട്ടും KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീരന്റെ രാജി അനിവാര്യമാക്കിയതും A ഗ്രൂപ്പിന്റെ ഈ നിലപാടാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ദുർബലപ്പെടുത്തിയത് A ഗ്രൂപ്പിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നു. അതിനാൽ KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള A ഗ്രൂപ്പിന്റെ അവകാശവാദത്തിന് പ്രാധാന്യമേറും. A ഗ്രൂപ്പിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ PT തോമസ് പരിഗണിക്കപ്പെട്ടേക്കാം. സാമുദായിക സമവാക്യങ്ങൾക്കു കൂടി പ്രാധാന്യം നൽകിയാകും അന്തിമ തീരുമാനമെടുക്കുക. I ഗ്രൂപ്പും KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റ് VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ അധ്യക്ഷപദം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷ സ്ഥാനം തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമാവുകയെങ്കിലും A ഗ്രൂപ്പിന്റെ വാദങ്ങൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്നതാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത് കണ്ടോ? ഇല്ലില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. കോൺഗ്രസിൻ്റെ സർവ്വശക്തിയും സമാഹരിച്ചു കൊണ്ടുപോകണം. അടുത്ത വരാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ മൊത്തത്തിൽ ഒരേ അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പൊളിറ്റിക്കൽ നെസസിറ്റീസ് എല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്
തർക്കങ്ങൾ സഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തർക്കങ്ങളില്ലാതെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് യുണാനിമിറ്റിയോടുകൂടിയ ഒരു തീരുമാനമെടുക്കുന്നതിന് പ്രാപ്തമായ ലീഡർഷിപ്പിൽ വിശ്വസിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ പോകും. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ 2 വനിതാ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത. മരിച്ച 20-കാരി നിരവധി തവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ആരോപിച്ചു. എന്നാൽ വീട്ടുകാർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സമരം ആരംഭിച്ചു. 2016 ഡിസംബർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസങ്ങളിലായാണ് പാലക്കാട് പാലന ആശുപത്രിയിലെ ജീവനക്കാരികൾ ആത്മഹത്യ ചെയ്തത്. ഈ മാസം 2 പെൺകുട്ടികൾ ആത്മഹത്യാ ശ്രമവും നടത്തി. 5 ദിവസം മുമ്പ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജീവനക്കാരി ഇതേ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 20 മരിച്ച അവിവാഹിതയായ യുവതി നിരവധി തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നഴ്സിംഗ് സ്റ്റാഫായ യുവതി ചിറ്റൂരിലെ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ആശുപത്രിക്കെതിരെ ലൈംഗിക അതിക്രമമടക്കമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഇതുവരെ പരാതി നൽകാത്ത വീട്ടുകാർക്കും സംശയമുണ്ട്. സംശയത്തിന് സാധ്യതയുണ്ട്, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പം നമ്മുടെ മോളിപ്പോൾ അവിടുത്തെ പ്രശ്നത്തിൽ എന്തോ വന്ന് അവൾ മരണപ്പെട്ട അവളോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള കാര്യം അറിയില്ലല്ലോ. ആശുപത്രിയിലെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ആക്ഷേപമുണ്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ജില്ലാ നേതൃത്വം പറയുന്നു. ആരോപണമുയർന്ന സാഹചര്യത്തിൽ ആശുപത്രി ജീവനക്കാരിൽ നിന്നും മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. പരാതി നൽകിയില്ലെങ്കിലും മരിച്ച കുട്ടികളുടെ വീടുകളിൽ ASP G പൂങ്കുഴലി നേരിട്ടെത്തി അന്വേഷണം നടത്തി. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. കുടിവെള്ളം കിട്ടാക്കനിയാണ് ഫോർട്ട് കൊച്ചി ചെല്ലാനം നിവാസികൾക്ക്. പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് നിരവധി കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണം. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് രോഗഭീതിയിലാണ് പ്രദേശവാസികൾ. മഴക്കാലത്ത് ഇത്തരം സംഭരണികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവരുടെ ആശ്രയം. വേനൽ കടുത്തതോടെ സംഭരണികളെല്ലാം വറ്റി. ഇപ്പോൾ എന്നെങ്കിലും ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഏക ആശ്രയം. ഇങ്ങനെ 10-20 കുടം വെള്ളമേ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ഇതിലൊക്കെ. വേറെ വെള്ളമൊന്നും കിട്ടിയില്ല. ഇവിടെ ഉപ്പ് വെള്ളമൊക്കെയാണ് പിന്നെ കിട്ടണത്. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേ ഈ വെള്ളം പരിവുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഉപ്പ് കലർന്ന കായൽ ജലമായതിനാൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തതിനാലുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ. ഈ മേഖലയിൽ എവിടെ കിണർ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം തന്നെ. ടാങ്കറുകളിൽ എത്തുന്നത് പലപ്പോഴും അഴുക്കുവെള്ളമാണ് എന്നതിനാൽ ഇവർ രോഗഭീതിയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കുളിക്കാതെ ഈ വെള്ളത്തിലൊക്കെ അറിവില്ല വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ അഴുക്ക് വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ തലമുടിയൊക്കെ ആണെങ്കിലും വെറുതെ ചൊറിഞ്ഞ് പൊട്ടിയെടുക്കുകയൊക്കെ ചെയ്യും. വെള്ളം മഞ്ഞില്ല, എന്ത് ചെയ്യും? അരി വെക്കണ്ടേ? കുഞ്ഞു കൊച്ചുങ്ങളില്ലേ, ഞങ്ങൾക്ക് എത്ര നാളിത് അനുഭവിക്കും? ഞങ്ങൾ എന്തോരം നാൾ ഞങ്ങൾ ഇപ്പൊ പ്രായമായ വന്ന അമ്മമാരാണ്. ഇപ്പൊ വന്ന മരുമക്കൾ പോകുമ്പോ ഞങ്ങളെപ്പോലെ വെള്ളം തിരക്കി കലക്കണമെങ്കില കുളിക്കണമെങ്കില ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ഞങ്ങൾ പരാതിക്ക് ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ കളക്ടറേറ്റ് വരെ പോയി, ഞങ്ങൾ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടേതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെത്തുന്ന വെള്ളം ഇങ്ങനെയാണ് സംഭരിക്കുന്നത്. ജനാറം പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വെള്ളം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. തിരക്ക് പിടിച്ച മുംബൈയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പതിവ് കാഴ്ചയാണ് സ്പോർട്സ് ഫോട്ടോകൾ എടുത്തു നൽകുന്ന ഫോട്ടോഗ്രാഫർമാർ. ഒരു കാലത്ത് വിനോദസഞ്ചാരികളുടെ ഹരമായിരുന്ന ടെക്നോളജിക്ക് സ്മാർട്ട് ഫോണുകളുടെ വരവോടെ പ്രിയം കുറഞ്ഞു. ഇതോടെ തകിടം മറിഞ്ഞത് കുറെ പേരുടെ ജീവിത സ്വപ്നങ്ങളാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കം എന്ന ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തെ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കില്ല. ഊട്ടിയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ സഞ്ചാര മുഹൂർത്തങ്ങൾ ഒപ്പിയെടുത്ത് ഉപജീവനം നടത്തുന്ന നിശ്ചൽ എന്ന ഫോട്ടോഗ്രാഫർ. മുംബൈയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിലും മലയാളികളടക്കം ധാരാളം പേർ ഉപജീവനം നടത്തിയിരുന്നത് ഇങ്ങനെ ഫോട്ടോയെടുത്താണ്. സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടവും ഡിജിറ്റൽ കടന്നുകയറ്റവും ഇവരുടെ ബിസിനസ്സിനെ തകിടം മറിച്ചെന്ന് പറയാം. എന്നിട്ടും ഗേറ്റ്വേ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും 300-ലധികം ഫോട്ടോഗ്രാഫർമാർ തങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത് ഉല്ലാസത്തിനായി എത്തുന്നവരുടെ അപൂർവ നിമിഷങ്ങളുടെ ഫോട്ടോകൾ സമ്മാനിച്ചാണ്. തീവ്രവാദ ആക്രമണത്തിന് ശേഷമാണ് ഇവരുടെയെല്ലാം മുംബൈ ജീവിതം ദുസ്സഹമായത്. സുരക്ഷയുടെ ഭാഗമായുള്ള ക്രമീകരണങ്ങളിൽ നിബന്ധനകൾ കർക്കശമായപ്പോൾ പലരുടെയും വരുമാനത്തിന്റെ ഒരു ഭാഗം ചോർന്നുകൊണ്ടിരുന്നു. ഗേറ്റ്വേയുടെ പശ്ചാത്തലത്തിൽ കൂട്ടത്തോടെ നിന്ന് സെൽഫിയെടുത്ത് ബ്ലൂടൂത്ത് വഴിയും വാട്സപ്പ് വഴിയും ചിത്രങ്ങൾ കൈമാറുന്ന തലമുറയ്ക്കും ഇവരെ കാണുമ്പോൾ പുച്ഛമാണ്. എന്നിരുന്നാലും ഇച്ഛാശക്തി കൈവിടാതെ ഇവരെല്ലാം അന്നന്നത്തെ അന്നത്തിനായി പാടുപെടുകയാണ് ഇവിടെ. ഡിജിറ്റൽ ടെക്നോളജി ബാക്കിവെച്ച പ്രായം ചെന്നവരെയും ഗ്രാമവാസികളെയും തെരഞ്ഞുപിടിച്ചാണ് പുതിയ കസ്റ്റമർ ബേസ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഫോട്ടോ എടുത്താൽ കിട്ടുന്നത് 30 രൂപയാണ്. പണ്ടൊക്കെ മാസം 500 ഫോട്ടോകൾ വരെ വിറ്റഴിച്ചിട്ടുണ്ടെങ്കിലും മാറിയ കാലത്ത് സീസണുകളിൽ പോലും 300 ഫോട്ടോകൾ തികയാറില്ലെന്ന്
ഇവർ പരിതപിക്കുന്നു. ഉപജീവനമാർഗം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാത്തിരിക്കുന്ന ഉറ്റവരുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾക്ക് വേണ്ടി നഗരത്തിലെ വിനോദസഞ്ചാരികളുടെ മുഖങ്ങൾ തേടുകയാണിവർ. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. സിയാലിനെ മാതൃകയാക്കി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വൻ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മാണം പൂർത്തിയായ 3 മെഗാ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കണ്ണൂർ വിമാനത്താവളം 6 മാസത്തിനകം യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പുതിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ സിയാൽ സർക്കാരിന് ഊർജ്ജം പകരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ലാഭം സ്വകാര്യവൽക്കരിക്കുകയും നഷ്ടം സാമൂഹ്യവൽക്കരിക്കുകയും ചെയ്യുന്ന പതിവ് രീതിക്ക് വിരുദ്ധമാണ് സിയാൽ മാതൃകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിയാൽ വിജയിച്ചതിലൂടെ പുതിയ രംഗത്തേക്ക് കടക്കാൻ നമുക്ക് ഊർജം ലഭിച്ചിരിക്കുക. 6 മാസം കഴിയുമ്പോൾ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 3 മെഗാ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നിർവഹിച്ചത്. ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുതിയ ടെർമിനലിൽ ആദ്യമായെത്തിയ ജെറ്റ് എയർവേസ് വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. വിമാനത്താവളത്തിലേക്കുള്ള 4 വരിപ്പാതയുടെയും മേൽപ്പാലത്തിൻ്റെയും വിപുലീകരിച്ച സൗരോർജ്ജ പ്ലാന്റിൻ്റെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. മന്ത്രിമാരായ തോമസ് ഐസക്, മാത്യു ടി തോമസ്, VS സുനിൽകുമാർ, KV തോമസ് MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങൾ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പ്, മലബാർ ഗ്രൂപ്പ് ഉൾപ്പെടെ 9 സ്ഥാപനങ്ങളാണ് പുരസ്കാരം സ്വന്തമാക്കിയത്. പോയ വർഷത്തെ മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. റിറ്റെയിലർ ഓഫ് ദ ഇയർ പുരസ്കാരം ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കി. കേരള റിറ്റെയിലർ ബ്രാൻഡ് പുരസ്കാരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ് ലഭിച്ചത്. ധനം റീറ്റെയിൽ സമ്മിറ്റ് ആൻഡ് അവാർഡ് നൈറ്റ് 2017 ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ MA യൂസഫ് അലി മുഖ്യാതിഥിയായിരുന്നു. വരും വർഷങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കുമെന്ന് ധനം പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്ററും MD-യുമായ കുര്യൻ എബ്രഹാം പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളത്തിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കാനും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായിട്ട് ഒരു സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിന് വളരെയധികം നല്ല റെസ്പോൺസാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കുക എന്നാണ്. വിവിധ വിഭാഗങ്ങളിലായി ബിഗ് ബസാർ, കല്യാൺ സിൽക്സ്, QRS റീറ്റെയിൽ ലിമിറ്റഡ്, ഡെയിലി ഫിഷ്, കൂട്ടുകാരൻ ഗ്രൂപ്പ്, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മാക്സ് എന്നീ കമ്പനികളാണ് മറ്റ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള ദിനേശ് ഫുഡ്സിന്റെ ചില്ലറ വിൽപ്പന കേന്ദ്രം കണ്ണൂരിലെ കണ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണപുരം ചെറുകുന്നത്തറയിലെ മുഫ്സിൻ ബേക്കറിയിൽ പ്രവർത്തനം ആരംഭിച്ച ദിനേശ് ഫുഡ്സ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA TV രാജേഷ് നിർവഹിച്ചു. തേങ്ങാപ്പാലിൽ നിന്ന് നിർമ്മിച്ച ഹെയർ ക്രീം, ദിനേശ് വെർജിൻ കോക്കനട്ട് ഓയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. കേരള ദിനേശ് ഫുഡ്സ് കേന്ദ്ര സംഘം ഡയറക്ടർ C പള്ളിയത്ത് ശ്രീധരൻ, ചെയർമാൻ P രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ സ്ഥാപനമായ ഇസാഫിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 25 നിർധനരായ സംഘാംഗങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പദ്ധതിക്കും പഠന സ്കോളർഷിപ്പിനും വാർഷികാഘോഷത്തിൽ തുടക്കം കുറിച്ചു. സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഉദ്ഘാടനം ഈ മാസം 17 നടക്കുമെന്ന് ഇസാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ K പോൾ തോമസ് അറിയിച്ചു. ആദ്യ വർഷത്തിൽ 85 ശാഖകളും 300-ലേറെ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളുമാണ് സ്ഥാപിക്കുന്നത്. ഭൂമാഫിയ വാങ്ങി തരിച്ചിട്ട മെത്രാൻ കായലിൽ വിത്തെറിഞ്ഞ് വിളവെടുപ്പ് നടത്തി ഇടത് സർക്കാർ. കർഷകർക്ക് ഇത് അഭിമാന നിമിഷം. ഉടമസ്ഥയിലുള്ള കമ്പനി കൃഷി ഇറക്കാൻ തയ്യാറായില്ലെങ്കിൽ മെത്രാൻ കായലിനെ സർക്കാർ കായലായി പ്രഖ്യാപിച്ച് കൃഷി ഇറക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ടൂറിസം പദ്ധതിക്കായി ഭൂമാഫിയ വാങ്ങി തരിച്ചിട്ട മെത്രാങ്കായലിൽ 8 വർഷത്തിന് ശേഷം LDF സർക്കാർ മുൻകൈയെടുത്താണ് വിത്തെറിഞ്ഞത്. 404 ഏക്കർ പാടശേഖരത്തിൽ 313 ഏക്കറിലായിരുന്നു കൃഷി. ഇതിൽ 24 ഏക്കർ കർഷകരുടെയും ബാക്കി ഇടതു യുവജന സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയുമാണ്. മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, VS സുനിൽകുമാർ, നടൻ ശ്രീനിവാസൻ, K സുരേഷ് കുറുപ്പ് MLA എന്നിവരാണ് കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകിയത്. ഉടമസ്ഥതയിലുള്ള കമ്പനി കൃഷി ഇറക്കാൻ തയ്യാറായില്ലെങ്കിൽ മെത്രാങ്കായലിനെ സർക്കാർ കായലായി പ്രഖ്യാപിച്ച് കൃഷി ഇറക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. മെത്രാങ്കായൽ കൃഷിക്ക് വേണ്ടി പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെ ഗുഡ് സർവീസ് സെന്റർ നൽകി ആദരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വരുന്ന വർഷവും ഞങ്ങളിവിടെ കൃഷി ഇറക്കും.
വരുന്ന വർഷം കമ്പനി കൃഷി ഇറക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഉടമസ്ഥന്മാർ തയ്യാറായില്ലെങ്കിൽ, ഈ കായലിന്റെ പേര് ഇപ്പോൾ മെത്രാൻ കായലാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മുതൽ ഈ കായലിന്റെ പേര് സർക്കാർ കായൽ എന്നാക്കി മാറ്റുമെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിനാവശ്യമായ നിയമങ്ങളിലൂടെ തന്നെ നടപടിയെടുക്കും. മെത്രാൻ കായലിൽ നിന്നും വിളവെടുപ്പിലൂടെ 9,000 കിൻഡൽ നെല്ല് ലഭിച്ചാൽ 6,120 കിൻഡൽ അരിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇത് മെത്രാൻ ബ്രാൻഡ് എന്ന പേരിൽ വിപണിയിലെത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മെത്രാൻ ബ്രാൻഡിന്റെ ലോഗോ പ്രകാശനം നടൻ ശ്രീനിവാസൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അരിക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സംസ്ഥാനത്തിന്റെ ഭക്ഷ്യശേഖരത്തിൽ വൻ മുതൽക്കൂട്ടാകും മെത്രാൻ കായലിലെ വിളവെടുപ്പ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംസ്ഥാനത്തെ റോഡുകളുടെ പുനർനിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി G. സുധാകരൻ. ഉന്നത നിലവാരത്തിൽ സുരക്ഷാ മാർഗങ്ങളും ഉൾപ്പെടുത്തിയാവും ഇനി മുതൽ റോഡുകളുടെ നിർമ്മാണം നടക്കുന്നതെന്നും മന്ത്രി. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന അമ്പലപ്പുഴ എടത്വ തിരുവല്ല റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ദേശീയപാതകളുടെ പുനർനിർമ്മാണം ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിൽ 3 ഇടങ്ങളിൽ മാത്രം ഉപയോഗിച്ച പുതിയ യന്ത്രം ഉപയോഗിച്ചാണ് പൊതുമരാമത്ത് റോഡുകൾ നിർമ്മിക്കുന്നത്. നിലവിലുള്ള റോഡുകൾ പൊളിച്ചെടുത്ത് അതിൽ കയറും പ്ലാസ്റ്റിക്കും റബ്ബറും മണ്ണും നിർമ്മാണ സാമഗ്രികളും ചേർത്താവും പുതിയ തരത്തിലുള്ള റോഡ് നിർമ്മാണം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന അമ്പലപ്പുഴ എടത്വ തിരുവല്ല റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരനാണ് ഇക്കാര്യം അറിയിച്ചത്. വികസനത്തിൽ കക്ഷി രാഷ്ട്രീയം EMS ആണ് ഇത് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ റോഡ് നന്നാക്കുമ്പോൾ പൂജാരിമാർ ഇറങ്ങി സമരം ചെയ്യാൻ പാടില്ല. അവരുടെ ജോലി സമരമല്ല. അവർ സമരം ചെയ്യാൻ വരുമ്പോൾ ദൈവം അവിടെ നിന്ന് പോയിരിക്കും. ആ അമ്പലത്തിൽ അത് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളോട് ദൈവം കാണത്തില്ല അവിടെ. ഉന്നത നിലവാരത്തിൽ സുരക്ഷാ മാർഗങ്ങളും ഉൾപ്പെടുത്തിയാവും ഇനി മുതൽ റോഡുകളുടെ നിർമ്മാണം നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും നിലനിർത്തിയാവും പുതിയ നിർമ്മാണം. കുട്ടനാട് MLA തോമസ് ചാണ്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ചാലക്കുടി മണ്ഡലത്തിലെ MP ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്നസെന്റ് MPയാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ ഫണ്ട് വിനിയോഗത്തിന് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. മികച്ച നിർദ്ദേശങ്ങൾക്ക് MP പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്ന 2017-18 സാമ്പത്തിക വർഷത്തെ MP ഫണ്ട് വിനിയോഗം സംബന്ധിച്ചാണ് ഇന്നസെന്റ് MP പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചത്. പ്രാദേശിക ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് ചാലക്കുടി മണ്ഡലത്തിലെ ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ഉതകുന്ന മാതൃകാപരമായ പദ്ധതികളാണ് നിർദ്ദേശിക്കേണ്ടത്. 5 കോടി രൂപയാണ് MP ഫണ്ടായി ഒരു വർഷം ലഭിക്കുക. ഇതിൽ നിന്ന് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസന പദ്ധതികൾക്ക് ശേഷമുള്ള 3.75 കോടിയാണ് പൊതുവികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുക. മണ്ഡലത്തിലെ ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി പദ്ധതികളാണ് ഇതിനോടകം തന്നെ ഇന്നസെന്റ് നടപ്പാക്കിയിട്ടുള്ളത്. 5 താലൂക്ക് ആശുപത്രികളിൽ മാമോഗ്രാം യൂണിറ്റുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ, സ്കൂളുകളിൽ ഗോ സ്മാർട്ട് സ്കൂൾ പദ്ധതി, സുരക്ഷിതയാത്ര, സുന്ദരയാത്ര പദ്ധതി, പിന്നോക്ക ആദിവാസി, ദളിത് മേഖലകളിൽ കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കി. സംസ്ഥാനത്ത് ആദ്യമായി MP ഫണ്ടിന് സോഷ്യൽ ഓഡിറ്റ് നടപ്പാക്കിയതും ഇന്നസെന്റാണ്. ഇതിന്റെയെല്ലാം തുടർച്ചയായാണ് MP ഫണ്ട് വിനിയോഗത്തിന് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. നിർദ്ദേശങ്ങൾ ഈ മാസം 31-നകം ലഭിക്കണമെന്നും മികച്ച നിർദ്ദേശങ്ങൾക്ക് പുരസ്കാരം നൽകുമെന്നും MP അറിയിച്ചു. പിന്നിട്ട 3 വർഷങ്ങളിലെ MP ഫണ്ട് വിനിയോഗത്തിലൂടെ ജനശ്രദ്ധയാകർഷിച്ച ഇന്നസെന്റ് വികസന രംഗത്ത് പുത്തൻ ആശയങ്ങൾ നടപ്പാക്കുന്നതിന് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.